ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ മനസ്സിലുള്ള ആ കാര്യം, നിങ്ങൾ ആ കാര്യം നടക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആ കാര്യം, നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഇതുവരേക്കും സാധിക്കാതിരിക്കുന്ന ആ കാര്യം സാധിച്ചു കിട്ടിയേ പറ്റുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം, അത് എപ്പോൾ നടക്കും? അത് നിങ്ങൾക്ക് നടക്കുമോ ഇല്ലയോ? ഓക്കെ, അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഹായ് കൂട്ടുകാരെ, ജസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനുള്ള ആൻസർ നമുക്ക് ടാർട്ട് വഴി, അതേപോലെ തന്നെ പെൻഡുലം ഇതുവഴി നമുക്ക് ചോദിക്കാം, നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചിട്ട് ഒരു 6 സെക്കൻഡും ഒരു 10 സെക്കൻഡും നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക, യൂണിവേഴ്സ്, ഞാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ആ കാര്യം എനിക്ക് സാധിച്ചു കിട്ടിയേ പറ്റൂ, അതെന്റെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായിരിക്കും, എനിക്ക് ആഗ്രഹം സാധിച്ചു കിട്ടണം, ആ കാര്യം എനിക്ക് നടന്നേ പറ്റൂ എന്ന് ഞാൻ എപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് ആ കാര്യം സാധിച്ചു കിട്ടുമോ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥത്തോടെ തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ ഈ ടേബിളിൽ ഒരു 3 കാർഡ് വെക്കും, ഒരേപോലത്തെ 3 കാർഡ് വെക്കും. അപ്പോൾ നിങ്ങൾ ആ കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 2-3 കാർഡ് ചൂസ് ചെയ്യേണ്ട. നിങ്ങൾ ഞാൻ ഈ മേശപ്പുറത്ത് വെക്കുന്ന ഒരേപോലത്തെ 3 കാർഡ് വെക്കും. ആ കാർഡിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യുക. ചില ആൾക്കാർ 2-3 കാർഡൊക്കെ ചൂസ് ചെയ്യുന്നതാണ് ഞാൻ കമന്റ് കണ്ടു. അപ്പോൾ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ്, നിങ്ങൾ ഈ കാർഡ് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെയാണ് യൂണിവേഴ്സിനോട് പറഞ്ഞിട്ട് ഈ കാർഡ് നോക്കുകയാണെങ്കിൽ ഒരു കാർഡ് നിങ്ങളെ അട്രാക്ട് ചെയ്യും. ഈ 3 കാർഡ്, അതായത് ഒരേപോലെ ഇരിക്കുന്ന ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളെ അട്രാക്ട് ചെയ്യും. നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ആ കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ആർക്കെങ്കിലും ടാറോട്ട് കാർഡ് റീഡിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആ ലിങ്ക് വഴി കയറി വരിക. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ആർക്കെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള റീഡിംഗ്, അതിപ്പോ ഏത് കാര്യമായാലും, പ്രണയം, ഭാര്യഭർത്തൃ ബന്ധം, അതുപോലെ തന്നെ വിവാഹം, ജോലി തടസ്സങ്ങൾ, ഇങ്ങനെയുള്ള ഏത് പ്രശ്നമായാലും നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് റീഡിംഗ് നോക്കണമെന്ന് ആവശ്യമുള്ളവർ ഒന്നെങ്കിൽ എന്റെ ചാനൽ ജോയിൻ ചെയ്ത് വന്ന് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക, അതുമല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം നടക്കുമോ ഇല്ലയോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ മേശപ്പെടുത്തിപ്പോൾ ഒരു 3 കാർഡ് വെക്കും. ആ കാർഡ് നിങ്ങൾ വളരെ ആത്മാർത്ഥത്തോടെ തന്നെ യൂണിവേഴ്സിനോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഒരു കാർഡ് ചൂസ് ചെയ്യുക. അതായത് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ 3 കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ 3 കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക.
അപ്പോൾ നിങ്ങൾ ഈ 3 കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ 6 ഓഫ് വാണ്ട്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഒരു പ്രസൻസ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വലിയൊരു അംഗീകാരം ഉടൻ ലഭിക്കാൻ പോവുകയാണെന്ന് യൂണിവേഴ്സ് പറയാം. ഒരു അംഗീകാരം ഇതുവരെയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാതിരുന്ന ഒരു അധികാരം, ഒരു അംഗീകാരം ഉടൻ ലഭിക്കാൻ പോകുന്നുവെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ഏത് കാര്യമാണോ നിങ്ങളുടെ മനസ്സിൽ ഓർത്തിട്ട് ഇപ്പോൾ ഈ കാർഡ് ചൂസ് ചെയ്തോ ആ കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് നടക്കാതിരിക്കുന്ന ആ കാര്യം നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നു ആ രീതി നിങ്ങൾ പൊയ്ക്കൊള്ളുക. നിങ്ങളുടെ ബുദ്ധിയിൽ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് അതേപോലെ പൊയ്ക്കൊള്ളുക. ജീവിതം വിജയിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട് നിങ്ങൾ നിൽക്കണ്ട. ഇത് യൂണിവേഴ്സ് പ്രത്യേകം പറയുകയാണ്. നിങ്ങൾ ആരുടെയും, നിങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും ആരുടെയും അഡ്വൈസ് നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ബുദ്ധിയും ഉണ്ട്. നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പായിട്ട് വെച്ച് പോയാൽ മതി. നിങ്ങൾക്ക് വിജയം കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉടൻ തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് ഉറപ്പ് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പെൻഡുലം വഴി കൂടി ഒന്ന് നോക്കാം. ഓക്കെ, പെൻഡുലവും എസ് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും യൂണിവേഴ്സ് നിങ്ങളെ അറിയിച്ച കാര്യം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഉടൻ തന്നെ ആ കാര്യം നടന്നിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഏസ് ഓഫ് വാണ്ട്സ് എന്ന കാർഡാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരാൻ പോകുന്നു. നിങ്ങൾക്കൊരു പുതിയൊരു ആരംഭം വരാൻ പോകുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ മനസ്സിൽ ഏത് കാര്യമാണോ ഓർത്തത് ആ കാര്യം ഉടൻ തന്നെ സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് ഉറപ്പ് പറയുകയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള നടക്കാതിരിക്കുന്ന ആ കാര്യം ഉടൻ തന്നെ സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതേപോലെ തന്നെ ചില വ്യക്തികൾ കുട്ടികളില്ലാതെ കരയുന്നുണ്ട്. അവർക്ക് ഉടൻ തന്നെ കുട്ടികൾ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു. അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് കല്യാണം ഒരുപാട് നോക്കിയിട്ട് അത് മുടങ്ങി പോകുകയാണ്. അപ്പോൾ ആ ഒരു തടസ്സം പൂർണ്ണമായിട്ടും മാറിയിട്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് വിവാഹം കഴിയാതിരിക്കുന്ന ആ വ്യക്തികൾക്ക് ഉടൻ തന്നെ വിവാഹം നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. ആ തടസ്സം പൂർണ്ണമായിട്ട് മാറാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഉടൻ തന്നെ വിവാഹയോഗം ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ചില ബിസിനസ്സുകളിൽ ഹ്യൂജ് എമൗണ്ട് ക്യാഷ് ഒക്കെ മുടക്കിയിട്ടത് പൊളിഞ്ഞു നിൽക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു. അവർക്ക് ഉടൻ തന്നെ അത് ശരിയാവുന്നതാണ്. നിങ്ങളുടെ ബിസിനസ് കുതിച്ചുയരാൻ പോകുന്നുവെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. നിങ്ങൾക്ക് നല്ല ആത്മീയ ബലമുണ്ട്. നല്ല ആത്മീയ ബലം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും, നേരത്തെ ഉള്ള എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറി ഒരു പുതിയൊരു തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾ തന്നെ ആശ്ചര്യപ്പെടും. നിങ്ങൾക്ക് മനസ്സിലാവും, ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ആ കാര്യം. നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറി നിങ്ങൾ ആഗ്രഹിച്ച് മനസ്സിൽ വേവലാതിപ്പെട്ട് കൊണ്ടു നടക്കുന്ന ആ കാര്യം ഉടൻ സാധിക്കാൻ പോകുന്നു. നിങ്ങൾ തന്നെ ശരിക്കും ആശ്ചര്യപ്പെടും. നിങ്ങൾ ആശ്ചര്യപ്പെടും. അപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ പറയും, ഇത് എൻ്റെ ഒരു പുതിയ തുടക്കമാണ്, ഇത് എൻ്റെ ഒരു പുതിയ ആരംഭമാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സ് നിങ്ങളോടത് ഒരുപാട് തവണ വിളിച്ചു പറയാൻ പോകുന്നു. നിങ്ങൾക്കൊരു പുതിയൊരു തുടക്കം ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളെ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ മേഖലകളിലും ഒരു ജീവൻ വെക്കാൻ പോകുന്നു. നിങ്ങൾ രക്ഷപ്പെടാൻ, നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് നിങ്ങൾ എഴുതുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം പെൻഡുലം വഴി നോക്കിക്കളയാം.
ഓക്കെ, നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നുകൊള്ളുക. പെൻഡുലവും അത് തന്നെയാണ് ഇവിടെ അറിയിക്കുന്നത്. നിങ്ങൾ മനസ്സിലോർത്ത് ആ കാര്യം ഉടൻ തന്നെ നടക്കാൻ പോകുന്നു എന്ന് പെൻഡുലം അറിയിച്ചിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ് നിങ്ങൾ ഇരുന്നുകൊള്ളുക. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉടൻ സാധിക്കാൻ പോകും. അപ്പോൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തിയോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ 6 ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തിയോട് യൂണിവേഴ്സ് പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായും മാറി നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു. നിങ്ങൾക്കൊരു വിജയം വരാൻ പോകുന്നു. നിങ്ങൾ ഏത് കാര്യം ഓർത്താണ് ഇപ്പോൾ ഈ കാർഡ് ചൂസ് ചെയ്തത് ആ കാര്യം ഉടൻ സാധിച്ചു കിട്ടും എന്ന് മാത്രമല്ല പല വിജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു. ഇപ്പോഴ് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾക്ക് എല്ലാം തടസ്സമാണ്. ഏതൊരു കാര്യത്തിൽ തൊട്ടാലും ആ കാര്യം കംപ്ലീറ്റ് തടസ്സമാണ്. നിങ്ങൾ പൊതുവെ മറ്റുള്ള ആൾക്കാരെ കൂടി സേവ് ചെയ്യുന്ന വ്യക്തികളാണ്. നിങ്ങളിപ്പോൾ അതിനൊന്നും കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് മേഖലയിൽ പോയാലും അതൊക്കെ നിങ്ങൾക്ക് തടസ്സം തന്നെയായിരുന്നു. പക്ഷേ ഒരു പുതിയൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ മനസ്സിൽ ഏതൊക്കെ കാര്യങ്ങൾ ഓർത്താണോ ഈ കാർഡ് ചൂസ് ചെയ്തത് ആ കാര്യങ്ങളൊക്കെ ഉടൻ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നുവെന്ന് യൂണിവേഴ്സിറ്റിയുടെ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന, നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും നീങ്ങിപ്പോവുകയാണ്, പൂർണ്ണമായിട്ടും മാറിപ്പോവുകയാണ്. നല്ലൊരു വിജയം നിങ്ങൾക്ക് വരാൻ പോകുന്നു യൂണിവേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം പെൻഡുലം വഴി കൂടി ഒന്ന് ചോദിച്ചു നോക്കാം. കുറച്ച് ദിവസം കൂടി നിങ്ങൾക്ക് ചെറിയൊരു വെയിറ്റിംഗ് വരും. കുറച്ച് ദിവസം, ചിലപ്പോൾ 1-2 ദിവസമാവാം. കുറച്ച് ദിവസം നിങ്ങൾക്കൊരു കുറച്ച് വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും. അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഫുൾ പോസിറ്റീവായിട്ട് തന്നെ വെയിറ്റ് ചെയ്യുക. കുറച്ച് ദിവസം നിങ്ങൾ ഫുൾ പോസിറ്റീവായിട്ട് തന്നെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ തടസ്സമെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് മാറിയെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 3 കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തിയോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോഴൊക്കെ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.